ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ ആദ്യത്തെ യൂണിറ്റ്, ഫസ്റ്റത്തെ യൂണിറ്റ് കനകച്ചിലങ്ക. കനകച്ചിലങ്കയിൽ 3 പാഠങ്ങളാണ് ഉള്ളത്. അതിലെ പുതിയൊരു പാഠമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ അവസാനത്തെ കനകച്ചിലങ്കയിൽ 3ാമത്തെ പാഠം, അവസാനത്തെ പാഠമാണ് താളവും മേളവും. താളവും മേളത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ കാനനോത്സവം, നിറങ്ങളുടെ നൃത്തം, അതുപോലെ പടയുടെ കെഴുതി. ഈ 3 ഭാഗങ്ങളാണ് നമ്മുടെ 3ാമത്തെ പാഠത്തിലുള്ളത്. അതിലെ ആദ്യത്തെ പാഠം കാനനോത്സവം, ആദ്യത്തെ ഭാഗം, അതായത് പാഠം 3 താളവും മേളത്തിലെ ആദ്യത്തെ ഭാഗം കാനനോത്സവം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. കാനനോത്സവം എന്ന് പറയുന്നത് ഒരു ഉത്സവ വിവരണമാണ്. ഓക്കെ, കാനനോത്സവം എന്ന് വെച്ചാൽ കാനനം എന്ന് വെച്ചാൽ കാടിനെയാണ് കാനനം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിനും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ താളവും മേളവും എന്ന പാഠത്തിന്റെ ഫസ്റ്റ് പേജ് ആണ്. അപ്പോൾ താളവും മേളം എന്നത് നമ്മുടെ കനകച്ചിലങ്കിലെ അവസാനത്തെ പാഠമാണ്. നമുക്കിത് വായിക്കാം. താളവും മേളവും. താളവും ഈണവും നിറഞ്ഞ ഭാഷയാണ് നമ്മുടെ മലയാളം. കഥയിലും കടങ്കഥയിലും നിറഞ്ഞു നിൽക്കുന്ന താളവും ഈണവും നമ്മൾ കണ്ടല്ലോ. കഥയ്ക്കും കടങ്കഥയ്ക്കും മാത്രമാണോ ഭംഗിയുള്ളത്? ഒരു ഉത്സവ വിവരണം വായിക്കൂ. അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് മുമ്പുള്ള പാഠങ്ങളിൽ നമ്മൾ കഥയും കടങ്കഥയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഉത്സവ വിവരണമാണ്. ഒരു ഉത്സവ വിവരണം, അതാണ് കാനനോത്സവം. ആദ്യം നമുക്ക് പാഠം വായിക്കാം. കാനനോത്സവം. കൊയ്ത്തു കഴിഞ്ഞ വയൽ അവിടമാകെ നക്ഷത്രത്തരി പോലെ നെന്മണികൾ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അത് കൊത്തിപ്പെറുക്കി വയറ് നിറച്ചു തിരികെ പോരുന്നതിന് മുമ്പ് നാട്ടിലൊക്കെയൊന്ന് ചുറ്റിത്തിരിയണം. അത് കുഞ്ഞരിപ്രാവിന്റെ പതിവാണ്. അങ്ങനെ ചുറ്റിത്തിരിയുമ്പോഴാണ് അവൾ കാടരിക LP സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് മൈക്ക് അനൗൺസ്മെന്റ് കേട്ടത്. അവൾ അവിടേക്ക് പറന്നെത്തി. ഭക്ഷണപ്പുരയോട് ചേർന്നുള്ള മുത്തശ്ശിപ്ലാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ സ്കൂൾ മുഴുവൻ കാണാം. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സ്റ്റേജിൽ നിന്നാണ് അനൗൺസ്മെന്റ്. കുട്ടികൾ തിങ്ങി നിറഞ്ഞ ഗ്രൗണ്ട്, പൂത്ത താഴ്വര പോലെ. അവിടെയാണ് കലോത്സവം. സ്റ്റേജിൽ ലളിതഗാന മത്സരമാണ് നടക്കുന്നത്. ഓരോ പാട്ട് കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ കൈയടിക്കുന്നു, സന്തോഷ സൂചകമായി ആർപ്പു വിളിക്കുന്നു. പാട്ടിന് ശേഷം മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ പലതരം പരിപാടികൾ അരങ്ങേറി. കുട്ടികളാകെ ഉല്ലാസത്തിലാണ്. കുഞ്ഞരിപ്രാവ് ആ പരിപാടികളെല്ലാം കണ്ടു രസിച്ചു. കാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സായാഹ്ന സഭയുടെ സമയമായിരുന്നു. കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുൽ മൈതാനത്തിലാണ് സകല കാട്ടുജീവികളും പങ്കെടുക്കുന്ന സഭ ചേരുക. കാട്ടുരാജാവായ സൂചിക്കൊമ്പന്റെ കൽപ്പനയനുസരിച്ച് സകലരും കൃത്യസമയത്തെത്തും. കാട്ടുപ്രതിജ്ഞയും വാർത്ത പറയലും രാജന്റെ വിളംബരവും കഴിഞ്ഞാൽ പ്രജകൾക്കുള്ള അഭിപ്രായ പ്രകടനത്തിന്റെ സമയമാണ്. അപ്പോൾ കുഞ്ഞരിപ്രാവ് പതിയെ പറഞ്ഞു, നമ്മുടെ കാട്ടിലും കലോത്സവം നടത്തണം മഹാരാജൻ. അതൊക്കെ വേണോ കുഞ്ഞിപ്പെണ്ണെ? രാജാവ് നെറ്റി ചുളിച്ചു. ശരിയാ, അതൊക്കെ വലിയ പൊല്ലാപ്പാണ് മഹാരാജൻ, മുയലച്ചൻ തൊഴുകയോടെ പറഞ്ഞു. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. ഇവൾ ഓരോന്നിങ്ങനെ കൊണ്ടുവരും, മനുഷ്യരുടെ ഓരോരോ കോമാളിത്തരങ്ങൾ. കരടിക്കുട്ടൻ തറപ്പിച്ചു പറഞ്ഞു. സൈലൻസ് സൈലൻസ്. അല്ല കുഞ്ഞരിപ്രാവേ, എന്താണ് ഈ കലോത്സവം? നീ ഒന്ന് പറ, മഹാരാജാവ് കൽപ്പിച്ചു. താൻ കണ്ട കലോത്സവത്തെ പറ്റി കുഞ്ഞരിപ്രാവ് വിശദമായി പറഞ്ഞു. നമ്മുടെ കാട്ടിലെല്ലാവരും കലാവാസനയുള്ളവരാണ്. അവരെല്ലാരും ചേർന്നുള്ള കലോത്സവം വേണം രാജൻ, മന്ത്രി മൈലമ്മ വ്യക്തമാക്കി. പ്രജകളുടെ ഒത്തൊരുമയ്ക്കും സന്തോഷത്തിനും അത്തരം പരിപാടികൾ നല്ലതാണ്. കുയിലമ്മ മന്ത്രിയെ പിന്താങ്ങി. കാട്ടുകായികോത്സവം പോലെ ഇതും നമുക്ക് നടത്താവുന്നതാണ്, സുന്ദരിക്കാക്ക പറഞ്ഞു. കലാമേളയിൽ എന്തെല്ലാം ഇനങ്ങൾ വേണം? കുഞ്ഞിക്കുറുക്കൻ തിരക്കുകൂട്ടി. പാട്ട്, നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, നിർദ്ദേശങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ടായി. എന്നാണോ കാനനോത്സവം നടത്തേണ്ടത്? രാജാവ് ഉത്സാഹത്തിലായി. എന്തിനാ വൈകിക്കുന്നത് മഹാരാജൻ? വരുന്ന സംഗീത ദിനത്തിലാവട്ടെ, കരുത്തൻ പരുന്ത് നിർദ്ദേശിച്ചു. കുഞ്ഞിക്കുരുവി കലാമേളയുടെ അധ്യക്ഷത വഹിക്കും. ചിന്നക്കുയിൽ കൺവീനറും. മന്ത്രി മൈലമ്മ ചുമതലകൾ പ്രഖ്യാപിച്ചു. ആർക്കും മത്സരിക്കാം, പ്രായപരിധിയില്ല. പങ്കെടുക്കുന്നവർ നാളത്തെ സായാഹ്ന സഭയിൽ പേരുതരണം. കുഞ്ഞിക്കുരുവി ഗൗരവത്തിൽ പറഞ്ഞു. ദാ എന്ന് പറഞ്ഞതുപോലെ കാനനോത്സവ ദിനമായി.
കാടിന്റെ നാനാഭാഗത്തു നിന്നും കാട്ടുജീവികൾ ഓടിക്കൂടി. കറുകപ്പുൽ മൈതാനം കാണികളെ കൊണ്ട് നിറഞ്ഞു. സ്റ്റേജിൽ ആദ്യം നടക്കുന്ന ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി പേര് വിളിക്കാൻ തുടങ്ങി. തുടർന്ന് കുയിലിന്റെ നേതൃത്വത്തിൽ പാട്ടുമത്സരമാണെന്ന അറിയിപ്പുണ്ടായി. നൃത്തങ്ങളിൽ പങ്കെടുക്കുന്നവർ കരുത്തൻ പരുന്തിന്റെ അടുത്തു ചെന്ന് ഉടനെ നറുക്കെടുക്കണമെന്ന മൂന്നാമതും അനൗൺസ്മെന്റ് കേട്ടു. മത്സരത്തിൽ ജയിച്ചവരും തോറ്റവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു. രാജാവെന്ന നിലവിട്ട് ഓരോ മത്സരത്തിലും സൂചിക്കൊമ്പൻ ഒരു കൈ നോക്കി. ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലും മാത്രമേ ജയിക്കാനായുള്ളൂ. കാനനോത്സവം സംഘടിപ്പിക്കാൻ ഐഡിയ തന്നതിന് സൂചിക്കൊമ്പൻ കുഞ്ഞിരിപ്രാവിനെ തളിരിലമാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. എല്ലാ കൊല്ലവും കാനനോത്സവം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കാട്ടുകാരെല്ലാം ആർത്തുല്ലസിച്ചാണ് കൂട്ടിലേക്ക് പോയത്. ഇതാണ് നമ്മുടെ ഉത്സവ വിവരണം അല്ലെ. അതായത് കാനനോത്സവം എന്ന് നമുക്ക് വായിച്ചപ്പോൾ എന്താ മനസ്സിലായത്? കാട്ടിൽ നടത്തിയ ഒരു ഉത്സവത്തെ കുറിച്ച്, നമ്മുടെ കലോത്സവത്തെ പോലെ കാട്ടിൽ നടത്തിയ ഒരു ഉത്സവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ഉത്സവത്തിന്റെ വിവരണമൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, ആരാണ് ഈ ഉത്സവം നടത്താനുള്ള ഐഡിയ കൊടുത്തത്? ആരാ? കുഞ്ഞിരിപ്രാവ് അല്ലെ. ആ കുഞ്ഞിരിപ്രാവിന്റെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, ഈ കുഞ്ഞിരിപ്രാവാണ് ഐഡിയ കൊടുത്തത്, ഇങ്ങനെ ഒരു മത്സരം നമുക്ക് നടത്തിയാലോ കാട്ടിലെന്ന്. അപ്പൊ അവൾക്ക് ആ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എങ്ങനെയാ? അവള് കാടരികെ LP സ്കൂൾ അല്ലെ, എവിടെയാണ്, ഏത് സ്കൂളിലെ കലോത്സവമാണ് നമ്മുടെ കുഞ്ഞിരിപ്രാവ് കണ്ടത്? അതെ, ഏത് സ്കൂളിന്റെയാ? കാടരികെ LP സ്കൂൾ. കണ്ടില്ലേ, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. കാടരികെ LP സ്കൂളിലെ കലോത്സവമാണ് നമ്മുടെ കുഞ്ഞിരിപ്രാവ് കണ്ടത്. അപ്പൊ അവിടെ നടന്ന മത്സരം അവള് നേരിൽ കണ്ടു. അപ്പൊ അവള് എവിടെ ഇരുന്നിട്ടാണ് കാടരികെ LP സ്കൂളിലെ കലോത്സവം നമ്മുടെ കുഞ്ഞിരിപ്രാവ് കണ്ടത്? എവിടെ ഇരുന്നിട്ടാ? മുത്തശ്ശിപ്ലാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നിട്ട് അല്ലെ, മുത്തശ്ശിപ്ലാവിന്റെ കൊമ്പിൽ ചെന്നിരുന്നിട്ടാണ് അവൾ ഇതെല്ലാം കണ്ടത്. അപ്പൊ എന്താ കണ്ടത്? കുട്ടികളുടെ കലോത്സവമാണ് അല്ലെ, പരിപാടികളാണ് കണ്ടത്. കുട്ടികളുടെ കലോത്സവങ്ങൾ, ഇതുപോലെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ? കലോത്സവം എന്താന്നൊക്കെ അറിയാലോ. ഒരുപാട് പരിപാടികൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ ലളിതഗാന മത്സരം, അതേപോലെ മോണോ ആക്ട്, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, ഇതൊക്കെ ഓരോ പരിപാടികളാണ്. അപ്പൊ ഇതെല്ലാം കുട്ടികൾ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടെ പരിപാടികൾ പങ്കെടുക്കണു, ഓരോരുത്തർ വിജയിക്കുന്നു, എല്ലാവരും ക്ലാപ്പ് ചെയ്യണു. ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞിരിപ്രാവ് അവിടെ നിന്ന് കണ്ടത്. അപ്പൊ ഇങ്ങനെ പരിപാടികളെ കുറിച്ചൊക്കെ നമ്മുടെ കുഞ്ഞിരിപ്രാവിന് മനസ്സിലായിട്ട് അവൾ എന്ത് ചെയ്തു? കാട്ടിൽ പോയി, കാട്ടിൽ അങ്ങനെ ഒരു പരിപാടി ചെയ്താലോ എന്ന് നമ്മുടെ രാജാവിന്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. സായാഹ്ന സഭ. സായാഹ്നം എന്ന് വെച്ചാൽ എന്താ? വൈകുന്നേരത്തിനെയാണ് സായാഹ്നം പറയാ. സഭ പറഞ്ഞ മീറ്റിംഗ്. അപ്പൊ എല്ലാ ദിവസവും കാട്ടിൽ എന്ത് ചെയ്യാറുണ്ട്? മീറ്റിംഗ് കൂടാറുണ്ട് അല്ലെ. അപ്പൊ മീറ്റിംഗിൽ എവിടെ വെച്ചാ മീറ്റിംഗ് കൂടുന്നത്? സഭ കൂടുന്നത് എവിടെ വെച്ചാണ്? കാട്ടുചോലയുടെ വക്കത്തുള്ള വിശാലമായ കറുകപ്പുല്ലിന്റെ മൈതാനത്തിൽ വെച്ചിട്ട്, മൈതാനം വെച്ച ഗ്രൗണ്ട്, അവിടെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? കാട്ടിലെ ജീവികളെല്ലാം കൂടി ചേർന്ന് മീറ്റിംഗ് കൂടുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞിരിപ്രാവ് എന്ത് ചെയ്തു? ആ മീറ്റിംഗിൽ അവളുടെ ഐഡിയ പറഞ്ഞു. ഇങ്ങനെ ഒരു മത്സരം, ഇങ്ങനെ ഒരു കലോത്സവം കണ്ടു, അതുപോലെ നമ്മുടെ കാട്ടിലും നടത്തിയാലോ എന്നൊക്കെ ഒരു ഐഡിയ അവൾ പറയുകയാണ് ചെയ്യണത്. ആരാണ് കാട്ടിലെ രാജാവ്? ആരാ? അതെ, ആരാ? സൂചിക്കൊമ്പനാണ് അല്ലെ. അപ്പൊ നമ്മൾ വേറെ കഥകളിലൊക്കെ സാധാരണ കാട്ടിലെ രാജാവ് എന്ന് പറയുമ്പോൾ അതാരായിരിക്കും? സിംഹമായിരിക്കും. ഇവിടെ നമ്മുടെ കാട്ടിലെ രാജാവ് സൂചിക്കൊമ്പനാണ്. അപ്പൊ സൂചിക്കൊമ്പനോടാണ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. അപ്പൊ ആദ്യം ആരും സമ്മതിച്ചില്ല, ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ഇങ്ങനെയൊക്കെ പരിപാടി വേണോ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം അങ്ങനെ ഒരു കലോത്സവം നടത്താൻ തീരുമാനിച്ചു അല്ലെ. എല്ലാവർക്കും നല്ല കലാവാസനയുണ്ട്, അപ്പൊ എല്ലാവരും കലോത്സവത്തിൽ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആരാ മന്ത്രി? രാജാവ് സൂചിക്കൊമ്പനാണ്. മന്ത്രി ആരാ? മയിലമ്മയാണ് മന്ത്രി. ഓക്കെ, അങ്ങനെ പരിപാടി നടത്താൻ തീരുമാനിച്ചു. സ്കൂളിൽ നടത്തിയ പരിപാടിയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റേജിൽ കണ്ട ഒപ്പനയൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ സന്തോഷത്തോടു കൂടെ ക്ലാപ്പ് ചെയ്യുന്നു. ഈ സ്കൂളിൽ നടത്തിയ പരിപാടിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മന്ത്രി ആരാണ്? നമ്മുടെ മയിലമ്മയാണ് അല്ലെ. അപ്പൊ മന്ത്രി ആരാണ് പിന്താങ്ങുന്നത്? പിന്താങ്ങുന്നത് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുക. മന്ത്രി പറഞ്ഞത് ശരിയാണ് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്തത് ആരാ? കുയിലമ്മയാണ് സപ്പോർട്ട് ചെയ്തത്. അങ്ങനെ സാധാരണ നമ്മുടെ ഈ കാട്ടില് കായികോത്സവം നടക്കാറുണ്ട്. കായികോത്സവം സ്പോർട്സ് ഡേ ഒക്കെ ഇവർ നടത്താറുണ്ട്. കായികം വെച്ചാൽ സ്പോർട്സ്, പലതരത്തിലുള്ള സ്പോർട്സിന്റെ ഒരു ഉത്സവം പോലെയൊക്കെ ഇവർ നടത്താറുണ്ട്, പരിപാടികളൊക്കെ നടത്താറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കലാമേളയും ഇതുപോലെ നടത്താം. അല്ലെങ്കിൽ നമ്മുടെ ഉത്സവം
നമ്മുടെ കലോത്സവം കൂടെ നടത്താമെന്ന് പറയുകയാണ്. അങ്ങനെ അവസാനം തീരുമാനിച്ചു. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ അവർ തീരുമാനിക്കുകയാണ് അല്ലെ. പാട്ടും നൃത്തം, കൂവൽ, കുറുകൽ, ഓരിയിടൽ, ഫാഷൻ ഷോ, ഡിസ്കോ, മിമിക്രി, അങ്ങനെ കണ്ടോ ഒരുപാട് പരിപാടികൾ അവർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എന്നാണ് അവർ പരിപാടി നടത്താൻ തീരുമാനിച്ചത്? കാനനോത്സവം നടത്താൻ എന്നാ തീരുമാനിക്കുന്നത്? സംഗീത ദിനത്തിലാണ് തീരുമാനിക്കുന്നത് അല്ലെ. സംഗീത ദിനത്തിൽ തീരുമാനിച്ചു. അങ്ങനെ കലാമേളയുടെ അധ്യക്ഷത ആരാണ്? കുഞ്ഞിക്കുരുവിയാണ് അധ്യക്ഷത. കൺവീനർ ആരാ? ചിന്നക്കുയില് കൺവീനറുമായി. അങ്ങനെ എന്താണ് പരിപാടിയിൽ പങ്കെടുക്കാൻ എന്തെങ്കിലുമൊക്കെ എന്താണ് റൂൾസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലെ. ആർക്ക് വേണേലും മത്സരിക്കാം, പ്രായപരിധിയൊന്നുമില്ല. പക്ഷെ പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യണം? അടുത്ത ദിവസം നടക്കുന്ന സായാഹ്ന സഭയില് പേര് കൊടുക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ ദിവസം വന്നെത്തി, ആ കാനനോത്സവം നടത്താനുള്ള ദിവസം വന്നെത്തി. ദിനം പറഞ്ഞ ദിവസം വന്നെത്തി. കണ്ടോ എല്ലാ ജീവികളും ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യാണ് അല്ലെ. അങ്ങനെ കാടിന്റെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കാട്ടുജീവികളും വന്നു. എവിടെ വെച്ചാ മത്സരം നടക്കുന്നത്? കറുകപ്പുൽ മൈതാനത്തിൽ വെച്ചിട്ട് മത്സരം നടക്കുകയാണ്. അപ്പൊ ആദ്യം ഫാഷൻ ഷോയ്ക്ക് പുള്ളിപ്പുലി ആരെ പേര് വിളിച്ചു? പുള്ളിപ്പുലി പേര് വിളിച്ചു. അതുപോലെ നൃത്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം മത്സരങ്ങളൊക്കെ നടന്നു. അപ്പൊ നമ്മുടെ രാജാവ്, നമ്മുടെ സൂചിക്കൊമ്പൻ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെ. സൂചിക്കൊമ്പൻ ഏതിലൊക്കെയാണ് ജയിച്ചത്? ഏതിലൊക്കെയാ? ഫാഷൻ ഷോയിലും അമറൽ മത്സരത്തിലാണ് സൂചിക്കൊമ്പൻ ജയിച്ചത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരു കാനനോത്സവം നടത്താം എന്നൊരു ഐഡിയ തന്നതാരാ? കുഞ്ഞരിപ്രാവാണ് അല്ലെ. അങ്ങനെ ഒരു ഐഡിയ തന്നത് കുഞ്ഞരിപ്രാവാണ്. അതുകൊണ്ട് സൂചിക്കൊമ്പൻ എന്ത് ചെയ്തു? രാജാവ് നമ്മുടെ കുഞ്ഞരിപ്രാവിനെ എന്ത് ചെയ്തു? തളിരില മാല അണിയിച്ചുകൊണ്ട് ആദരിച്ചു. അങ്ങനെ എന്ത് ചെയ്യും? എല്ലാ കൊല്ലവും കാനനോത്സവം നടത്താനൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ആ വർഷത്തെ കാനനോത്സവം അവസാനിച്ചത്. അപ്പൊ ഇതാണ് നമ്മുടെ കാനനോത്സവം എന്ന പാഠത്തിലുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പാഠത്തിന്റെ അർത്ഥങ്ങൾ നോക്കാം, മീനിങ്സ് നോക്കാം. നമ്മൾ കാനനോത്സവം എന്നാണ് വേർഡ് അല്ലെ. അപ്പൊ കാനനം എന്ന് വെച്ചാൽ എന്താ? കാടിനെയാണ് നമ്മൾ കാനനം എന്ന് പറയുക. ഉത്സാഹം എന്ന് പറഞ്ഞാൽ സന്തോഷം. ദിനം പറയുന്നത് ദിവസത്തിനെയാണ് ദിനം എന്ന് പറയുക. നാനാഭാഗം പറഞ്ഞാൽ എല്ലാ ഭാഗവും. കാണികൾ കാഴ്ചക്കാർ. സായാഹ്നം വൈകുന്നേരം. ഇനി നമ്മൾ പകരം പദങ്ങളാണ് നോക്കുന്നത്. പകരം പദങ്ങൾ എന്ന് വെച്ചാൽ ഒരു വാക്കിന് തന്നെ വേറെ കുറേ പദങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മൾ ദിനം എന്ന് പറയുന്നത് നമുക്ക് ദിവസം എന്നും പറയാം. അതുപോലുള്ള പകരം പദങ്ങളാണ് നോക്കുന്നത്. കാടിനെ നമ്മൾ കാനനം എന്നും പറയും. അടവി. അപ്പൊ കാടിന്റെ പകരം പദങ്ങൾ ഏതൊക്കെയാണ്? കാനനം, അടവി. നക്ഷത്രം, താരം. ഇത് താരം എന്നാണ് കേട്ടോ. താരം എന്നാണ്. ഇവിടെ ദീർഘമില്ല. താരം, താരകം. താരകം. ആന, ഖരി, ഗജം. രാജാവ്, അരജൻ, മന്നൻ. ഇനി നമ്മൾ ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്താ? നമ്മുടെ കാനനോത്സവത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലെ വെച്ചാൽ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച കാനനോത്സവത്തില് ഏതെല്ലാം കലാപരിപാടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള ചോദ്യമാണ് കേട്ടോ. നമ്മൾ കുറേ പരിപാടികളുടെ പേര് കണ്ടു അല്ലെ. മിമിക്രി, മോണോ ആക്ട്, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, ഡിസ്കോ, അങ്ങനെ കുറേ പരിപാടികൾ കണ്ടില്ലേ. ഇതില് ഏതൊക്കെ പരിപാടികളാണ്, ഏതൊക്കെ കലാപരിപാടികളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മളിവിടെ പരിപാടികളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ കണ്ട പരിപാടിയുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, മോണോ ആക്ടോ, മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി. അപ്പൊ നിങ്ങൾ ഏത് പരിപാടിയാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്, ഏതൊക്കെ പരിപാടികളാണ് കണ്ടിരിക്കുന്നത്, അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത ചോദ്യം എന്താ? സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് നടത്തിയ വിവരണം എഴുതാമോ? അപ്പൊ നമ്മുടെ സ്കൂൾ കലോത്സവം ആരാണ് കണ്ടത്? നമ്മുടെ കുഞ്ഞരിപ്രാവ് കണ്ടു അല്ലെ. അപ്പൊ കുഞ്ഞരിപ്രാവ് അത് വന്നിട്ട് കാട്ടിൽ വന്നിട്ട് വിവരിച്ചു. അപ്പൊ ആ കുഞ്ഞരിപ്രാവ് എങ്ങനെയായിരിക്കും അത് വിവരിച്ചിട്ടുണ്ടാവുക? സ്കൂൾ കലോത്സവത്തെ കുറിച്ച് കുഞ്ഞരിപ്രാവ് എങ്ങനെയായിരിക്കും അത് വിവരിച്ചിട്ടുണ്ടാവുക? ആ വിവരണമാണ് എഴുതേണ്ടത്. കാടരുക LP സ്കൂളിലെ മുത്തശ്ശിപ്ലാവിലിരുന്ന് കലാപരിപാടികൾ കണ്ടു. ലളിതഗാന മത്സരമാണ് ആദ്യം നടന്നത്. മിമിക്രി, ഡാൻസ്, ഒപ്പന, തിരുവാതിരക്കളി, മോണോ ആക്ട് തുടങ്ങിയ പലതരം പരിപാടികൾ ഉണ്ടായിരുന്നു. ഓരോ പരിപാടികൾ കഴിയുമ്പോഴും കുട്ടികൾ ഒന്നാകെ സന്തോഷത്തോടെ ആർപ്പു വിളിച്ച് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഇത് ആരാണ് പറയുന്നത്? അതെ, നമ്മുടെ കുഞ്ഞരിപ്രാവാണ് പറയുന്നത്. കുഞ്ഞരിപ്രാവിന്റെ വിവരണമാണ് സ്കൂൾ കലോത്സവത്തെ കുറിച്ചുള്ള വിവരണം. അടുത്ത ചോദ്യം എന്താ? കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതെങ്കിലും പുതിയ ഇനങ്ങൾ നിർദ്ദേശിക്കാമോ? പുതിയ ഇനങ്ങളാണ് കേട്ടോ എഴുതേണ്ടത്. അതായത് നമ്മുടെ പാഠത്തിൽ പറയുന്നതല്ല, അതിന് പുറമെ വേറെ എന്തൊക്കെ നമുക്ക് ഇനങ്ങൾ, കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന ഏതൊക്കെ ഇനങ്ങൾ നമുക്ക് പറയാൻ പറ്റും? ഏതൊക്കെ എഴുതാൻ പറ്റും? ഇഴയൽ മത്സരം, അലറല്, വാലാട്ടിക്കളി, നീന്തൽ,
കൂവൽ, ഇതൊക്കെ നമ്മുടെ കാട്ടിലെ കൂട്ടുകാർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയുന്ന കളികളാണ് അല്ലെ. അടുത്ത ചോദ്യം, പാഠഭാഗത്ത് ചില മത്സര ഇനങ്ങളുടെ പേരുണ്ട്, മറ്റു ചില മത്സര ഇനങ്ങൾ നാം കണ്ടെത്തിയില്ലേ. ഇവയെല്ലാം അക്ഷരമാല ക്രമത്തിൽ എഴുതി വെക്കൂ. ഓരോ ഇനത്തിലും പങ്കെടുക്കേണ്ട ജീവികൾ ഏതെല്ലാം എന്നുകൂടി അതോടൊപ്പം എഴുതൂ. അപ്പൊ നമ്മൾ കുറേ മത്സര ഇനങ്ങൾ ഇപ്പൊ പറഞ്ഞു അല്ലെ, ഇഴയല്, കൂവല്, അങ്ങനെ കുറെ മത്സരങ്ങൾ നമ്മൾ പറഞ്ഞു. അതായത് കാട്ടിലെ ജീവികൾക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന മത്സരങ്ങൾ. അപ്പൊ അതില് ആ മത്സരങ്ങളെ അക്ഷരമാല ക്രമം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അക്ഷരമാല ക്രമം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ആൽഫബറ്റിക്കൽ, ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക പറയില്ലേ. ആദ്യം എയിൽ തുടങ്ങുന്നത്, പിന്നെ അടുത്തത് ബിയിൽ തുടങ്ങുന്ന വേർഡ്, അടുത്ത സിയിൽ തുടങ്ങുന്ന, അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതുക. അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ അക്ഷരമാല ക്രമം എന്ന് പറയും. അക്ഷരമാല ക്രമത്തിൽ എഴുതുക എന്ന് വെച്ചാൽ നമ്മുടെ ലെറ്റേഴ്സ് എഴുതുന്ന ഒരു ഓർഡർ ഉണ്ട് അല്ലേ, നമ്മുടെ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ട്. അപ്പൊ അതേപോലെ ആദ്യം ആയിൽ തുടങ്ങുന്ന വാക്കുണ്ടെങ്കിൽ അത് എഴുതണം, അടുത്തത് ആയിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് എഴുതുക, പിന്നെ ഈല് അങ്ങനെ ആ ഒരു ക്രമത്തിൽ എഴുതണം. അക്ഷരമാല എഴുതിയ ക്രമത്തിൽ ഓരോ വേർഡ്സിനെയും ഓരോ വാക്കുകളെയും എഴുതുന്നതാണ് അക്ഷരമാല ക്രമം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ജീവികളും പങ്കെടുക്കുന്ന ജീവികളും മത്സരമാണ് അക്ഷരമാല ക്രമത്തിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കൂ, നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ 5 മത്സരങ്ങൾ എഴുതിയിട്ടുള്ളൂ. അലറൽ, ഇഴയൽ, കൂവൽ, നീന്തൽ, വാലാട്ടിക്കളി. ഓക്കെ, അപ്പൊ ഇതിൽ ആയാണോ ഈ ആണോ കായാണോ ആദ്യം നമ്മുടെ അക്ഷരമാലയില് ഫസ്റ്റ് വരുന്നത് ഏതാ? ആയാണ്. അപ്പൊ നമ്മൾ ആദ്യം അലറൽ എഴുതുന്നു. അടുത്തത് ഈ അല്ലേ, ആ വെച്ചിട്ടുള്ള വാക്കൊന്നും ഇല്ല. അപ്പൊ അടുത്ത് നമ്മൾ ഈ എടുത്തു. പിന്നെ നമ്മൾ ബാക്കിയുള്ളതിൽ ഏതാണ് ഫസ്റ്റ് വരിക? കായാണോ നായാണോ വായാണോ? കായാണ് അല്ലെ. കാക്ക ഗംഗ കഴിഞ്ഞിട്ടല്ലേ നായൊക്കെ വരുന്നത്. അപ്പൊ കൂവൽ എഴുതുന്നു, പിന്നെ നീന്തൽ, വാലാട്ടിക്കളി, ഇങ്ങനെ എഴുതുന്നതാണ് അക്ഷരമാല ക്രമം എന്ന് പറയുന്നത്. നമ്മൾ മത്സരങ്ങളുടെ പേര് എഴുതുന്നു. ആ മത്സരങ്ങൾ പങ്കെടുക്കേണ്ട ജീവികൾ ഏതൊക്കെയാണ് അതും കൂടെ നമ്മൾ അതിനോടൊപ്പം എഴുതുകയാണ്. അലറൽ, സിംഹം, പുലി, ഇഴയൽ, പാമ്പ്, മുതല. അലറൽ നമുക്ക് ആനനെയൊക്കെ എഴുതാം കേട്ടോ, ആനയൊക്കെ എഴുതാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ജീവിയിൽ ഇവിടെ ആന എന്നൊക്കെ എഴുതാം കേട്ടോ. ആന, പിന്നെ സിംഹം, പുലി, പിന്നെ ഇഴയിലെ പാമ്പ്, മുതല, കൂവല്, കുറുക്കൻ, കോഴി, നീന്തൽ, മുതല, താറാവ്, വാലാട്ടിക്കളി, നായ, കുരങ്ങൻ. അപ്പൊ ഇങ്ങനെ ഇനിയും ഒരുപാട് ജീവികൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് മത്സരങ്ങൾ അറിയാലോ, അപ്പൊ അതിന് കൂടെ എഴുതി ചേർക്കുക. അപ്പൊ ഇത് നമ്മൾ 5 എഴുതിയിട്ടുള്ളൂ. മത്സരങ്ങളും ജീവികളും എഴുതുക. ഇതാണ് ചോദ്യം. അടുത്തത്, കാട്ടുകലോത്സവത്തിലെ മറ്റേതെങ്കിലും ഒരു മത്സര ഇനത്തിനുള്ള നിയമാവലി തയ്യാറാക്കാമോ? അതായത് നമുക്ക് ചില മത്സരങ്ങളിലൊക്കെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ, ഇങ്ങനെ പാടുള്ളൂ, ഇത്ര പാട്ടുകളെ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ, ഇത്ര വയസ്സുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാൻ പാടില്ല, അങ്ങനെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ നമ്മുടെ കാട്ടുകലോത്സവത്തില്, സ്കൂളിലത്തെ അല്ല, കാട്ടിൽ നടക്കുന്ന കലോത്സവത്തില് ഏതെങ്കിലും ഒരു മത്സര ഇനത്തിന്റെ നിയമാവലി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നത് പാട്ട് മത്സരമാണ്. ഓക്കെ, പാട്ട് മത്സരത്തിന് നമ്മൾ നിയമങ്ങൾ എന്തൊക്കെയാ? പ്രായം 5-നും 10-നും ഇടയിൽ. അപ്പൊ ഓക്കെ, അടുത്തത്, സിനിമാ ഗാനങ്ങൾ പാടില്ല, 5 അംഗങ്ങൾ, 5 മിനിറ്റ് കൂടാൻ പാടില്ല. ഇവിടെ നമുക്ക് അപ്പൊ ഇതുപോലെ നമുക്ക് പിന്നെന്താണ് അടുത്തത്? പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. ഇത് നമ്മളൊരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്രായം എന്നുള്ളത് ബേർഡ്സിന്റെ ഒക്കെ കാര്യമല്ലേ പറയുന്നത്. അപ്പൊ ഒന്നൊക്കെ എഴുതാൻ പറ്റും. 1, 10 പ്രായം 1-നും 10-നും ഇടയിൽ, സിനിമാ ഗാനങ്ങൾ പാടില്ല, 5 അംഗങ്ങൾ. ഇത് നമ്മുടെ കാട്ടിലെ കലോത്സവത്തിന്റെ കാര്യമാണ് പറയുന്നത്. പ്രായം 1-നും 10-നും ഇടയിൽ, സിനിമാ ഗാനങ്ങൾ പാടില്ല, 5 അംഗങ്ങൾ, 5 മിനിറ്റിൽ കൂടാൻ പാടില്ല, പറക്കുന്നവർ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇത് കാട്ടിൽ നടക്കുന്ന ഒരു പാട്ട് മത്സരത്തിന്റെ നിയമാവലിയാണ്. ഓക്കെ, അടുത്തത്, കാട്ടിൽ ഒരു കായികമേള നടത്തുന്നു, അതിൽ എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടാവും? അപ്പൊ കായികമേളയാണ് കേട്ടോ ഇത്. അപ്പൊ നമ്മുടെ കായികമേളയിൽ എന്തൊക്കെ മത്സരങ്ങൾ നടത്താൻ പറ്റും? കാട്ടിൽ കായികമേള നടത്തുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഇനങ്ങൾ ഉണ്ടാവും നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും? നോക്കാം. എന്തൊക്കെ എഴുതാം? ഓട്ട മത്സരം, ചാട്ട മത്സരം, നടത്ത മത്സരം, ഇഴയൽ മത്സരം, നീന്തൽ മത്സരം. ഇതൊക്കെ കാട്ടിലെ കായികമേളയിൽ ഉൾപ്പെടുത്താവുന്ന ഇനങ്ങളാണ് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാനനോത്സവത്തിന്റെ. എല്ലാ കൂട്ടർക്കും കാനനോത്സവം എന്നുള്ള പാഠം മനസ്സിലായോ? ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. താങ്ക്